Alhamdulillah. Alhamdulillahi Rabbil Alameen. Salatu wassalamu ala Rasulihil Ameen. Wa ala alihi wa sahbihi ajma'in. Amma ba'd. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. വേദിയിലുള്ള ആദരണീയനായ അധ്യക്ഷൻ ഷെയ്ഖ് സാഹിബ്, ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളെ, സദസ്സിലെ എൻ്റെ പ്രിയ സഹോദരിമാരെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യമേ ഇസ്ലാം സന്തുലിതമാണ് എന്ന തലക്കെട്ടോടുകൂടി ജമാഅത്തെ ഇസ്ലാമി കേരള നടത്തുന്ന കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് ഗൾഫ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേരളയുടെ എല്ലാവിധ വിപ്ലവ അഭിവാദ്യങ്ങളും നേരുകയാണ്. ഇസ്ലാം സന്തുലിതമാണ് എന്ന് പറയുമ്പോൾ, ഇസ്ലാം സമഗ്രവും സുന്ദരവുമാണ് എന്ന് പറയുമ്പോൾ, ഇസ്ലാം സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും മതമാണ് എന്ന് പറയുമ്പോൾ, ഏത് ആദർശമാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലെ മനുഷ്യന് പഠിപ്പിക്കുകയും അവൻ ജീവിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ, അത് സമാധാനപൂർണമായ ഓരോ മുക്കിലും മൂലയിലും, ഓരോ നിശ്വാസത്തിലും, ഓരോ അനക്കങ്ങളിലും അടക്കങ്ങളിലും സന്തുലിതമായ ഒരു ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുവാൻ വേണ്ടിയാണ് ഓരോ മനുഷ്യനോടും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, എന്ന് പറയുമ്പോൾ, തീർച്ചയായും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക പ്രസ്ഥാനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞ അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ഏറ്റെടുത്ത ഒരു തലക്കെട്ടോ ഒരു തലവാചകമോ അല്ല അത്. മറിച്ച് നിങ്ങളുടെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും രാഷ്ട്രീയ ഇടപെടലുകളിലും സന്തുലിതമായിരിക്കുന്ന ഈ ഇസ്ലാമിനെയാണ് നിങ്ങൾ പ്രതിനിധീകരിക്കേണ്ടത് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. കാരണം അതാണ് നിങ്ങൾക്ക് സമാധാനം നൽകുന്നത്, അതാണ് നിങ്ങൾക്ക് സന്തോഷം നൽകുന്നത്. മാത്രമല്ല, അത് ഉയർത്തിപ്പിടിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ നീതിയുടെ വാഹകരാകുന്നത് എന്നതാണ് ഇസ്ലാമിന്റെ അധ്യാപനം. ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥിനി സംഘടനയായ ഗൾഫ് ഇസ്ലാമിക് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം 32 വർഷക്കാലമായി എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ പൊതുസമൂഹത്തിൽ, കേരളീയ സമൂഹത്തിൽ പ്രവർത്തിച്ചിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ എന്താണ് വ്യക്തിയിലും കുടുംബത്തിലും സമൂഹത്തിലും നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന ചോദ്യം സ്വാഭാവികമായും ഉണ്ടാകാം. കാരണം പെണ്ണ് ശബ്ദിക്കുന്നത് തന്നെ ഹറാമാണെന്ന് പറയുന്ന 2017 എന്ന കാലഘട്ടത്തിലും പെണ്ണിന്റെ ശബ്ദം എന്ന് പറയുന്നത് ഹറാമാണ്, അത് നിഷിദ്ധമാണ്, അത് വെറുക്കപ്പെട്ടതാണ്, അത് ഉയരാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കൂട്ടം ബഹുഭൂരിപക്ഷം ആളുകൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1986 എന്തിനു വേണ്ടിയായിരിക്കാം ഇസ്ലാമിക പ്രസ്ഥാനം ഇങ്ങനെ ഒരു പെൺകൂട്ടത്തിന് ജീവൻ കൊടുത്തത് എന്ന ചോദ്യത്തിന് തീർച്ചയായും ഏറെ പ്രസക്തിയുണ്ട്. ഇന്ന് ഇതിന്റെ പ്രവർത്തകരായിരിക്കുന്ന ആളുകൾ, ഇതിനെ അറിയണമെന്നും ഇതിന്റെ കൂടെ പ്രവർത്തിക്കണമെന്നും അറിയിക്കുന്ന ആളുകൾ, ദൂരെ നിന്ന് ഇതിനെ വീക്ഷിക്കുകയും ഇതിന്റെ വിജയങ്ങളിലും പരാജയങ്ങളിലും ഒരുപാട് സങ്കടപ്പെടുകയും ദുഃഖിക്കുകയും ചെയ്യുന്ന ആളുകൾ തീർച്ചയായും ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ഈ വിദ്യാർത്ഥിനി ഘടകത്തിന് ഉണ്ട് എന്ന് അൽഹംദുലില്ലാഹ് നമുക്ക് അഭിമാനത്തോടുകൂടി പറയുവാൻ സാധിക്കും. നിങ്ങൾ എന്താണ് ഈ പൊതുസമൂഹത്തിൽ സംവദിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, മുസ്ലിം സ്ത്രീയുമായി ബന്ധപ്പെട്ട് ധാരാളം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത്. നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, തീവ്രവാദം എന്ന് പറയുന്നത് അത് ഉത്ഭവിക്കുന്നത്, അതിന്റെ പ്രഭവ കേന്ദ്രം, അത് അസ്തമിക്കേണ്ടതും അത് ഉത്ഭവിക്കുന്നത് തന്നെ ഇസ്ലാമിൽ നിന്ന് ആണെന്ന് പറയുന്നവർ, ഇസ്ലാം എന്ന് പറയുന്നത് നിങ്ങൾ എവിടെ വെച്ചാണോ മറ്റുള്ളവരെ കണ്ടുമുട്ടുന്നത് അപ്പോൾ തന്നെ നിങ്ങൾ അവരെ കൊന്നുകളയുക എന്ന് പറയുന്ന മുദ്രാവാക്യമാണ് എക്കാലത്തും അത് ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, അത് ഒരു നജസിന്റെ മതമാണ്, അത് അന്ധതയുടെയും അരാജകത്വത്തിന്റെയും മതമാണെന്ന് പറഞ്ഞു പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് എന്നും കിട്ടിയ ഒരു വടിയായിരുന്നു മുസ്ലിം സ്ത്രീ എന്നത്. ഏകസ്വിൽ കോഡുമായി ബന്ധപ്പെട്ട്, മുത്തലാഖുമായി ബന്ധപ്പെട്ട് ധാരാളമായി നടന്നു വരുന്ന ചർച്ചകളിൽ നാം ഏറെ കേട്ടതാണ് മുസ്ലിം സ്ത്രീയുമായി ബന്ധപ്പെട്ട ഏറെ കുറെയുള്ള പരാമർശങ്ങൾ.
എന്തുകൊണ്ടാണ് ഇത്രമാത്രം തിങ്ങിയ ഓരോ ജില്ലകളിലെയും സമ്മേളനങ്ങളിൽ ഇത്രമാത്രം തിങ്ങിയ ഒരു സ്ത്രീ സദസ്സിനെ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും ആരും ഇന്നുവരെ പറഞ്ഞു പഠിപ്പിക്കാത്ത ഉമ്മത്തൻ വസത്ത എന്ന് പറയുന്ന നീതിയുടെയും സമാധാനത്തിന്റെയും ഒരു ആദർശത്തെ ഇസ്ലാമിക പ്രസ്ഥാനം കേരളത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു എന്നത് തന്നെയാണ് ഇതിന്റെ അടയാളം, എന്നത് തന്നെയാണ് അതിന്റെ നഗ്ന സത്യം, അത് തന്നെയാണ് യാഥാർത്ഥ്യം. കാരണം പെണ്ണ് പഠിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ മതപൗരോഹിത്യത്തിന്റെ ആഹ്വാനങ്ങളിൽ നിന്നുമാണ് ഇസ്ലാമിക പ്രസ്ഥാനം തീരുമാനിച്ചത് അതല്ല, പെണ്ണ് പഠിക്കേണ്ടതുണ്ട് എന്നത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞത് പുരുഷ നീ പഠിക്കുക എന്നതിനെ കുറിച്ചല്ല, മനുഷ്യ നീ പഠിക്കുക എന്നതിനെ കുറിച്ചാണ്. പഠനമുള്ള, അറിവുള്ള, ചിന്തിക്കുന്ന, ആലോചിക്കുകയും നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിന് മാത്രമേ നീതിയുടെ പക്ഷത്തു നിന്ന് നേരിന് വേണ്ടി ശബ്ദിക്കുവാനാകുകയുള്ളൂ എന്ന് തീർച്ചയായും ഇസ്ലാമിക പ്രസ്ഥാനം മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെയാണ് എന്താണ് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയുവാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നമുക്കേറെ പറയുവാനുണ്ട്. അത് ഒന്നിനോട് ബന്ധിതമായി കിടക്കുന്ന ഒരു കണ്ണിയാണെന്നതാണ് ഇസ്ലാമിക പ്രസ്ഥാനം എന്നും പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ അതിന്റെ ചരിത്രത്തിലേക്കൊന്ന് കടന്നു നോക്കുക. 1986 കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അതിന്റെ അന്നത്തെ ലീഡറായിരുന്ന നേരത്തെ നമ്മളോട് സംസാരിച്ച കെ ഫാത്തിമ സുഹറ ടീച്ചറിന്റെ അധ്യക്ഷതയിലാണ് 1986 അത് കേരളത്തിലുടനീളം യാത്ര ചെയ്തത്. അത് സ്ത്രീ പീഡനങ്ങൾക്ക് എതിരെയായിരുന്നു. ഇന്ന് 2017 നമ്മൾ നിൽക്കുമ്പോഴും എന്താണ് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ എന്ന് നമുക്കറിയാവുന്നതാണ്. അതിനുശേഷം 1992 അത് വീണ്ടും ഒരു കേരള പര്യടനം യാത്ര നടത്തിയത്. അന്ന് കവലകളിൽ തോറും സംവാദിക്കുകയും പൊതുജനങ്ങളോട് സംസാരിക്കുകയും ചെയ്തത് മദ്യം എന്ന തിന്മയെ കുറിച്ചാണ്. നിങ്ങൾ അടങ്ങിയിരിക്കരുത് സഹോദരിമാരെ, നിങ്ങൾ അടങ്ങിയിരിക്കരുത് സഹോദരന്മാരെ. തന്റെ വീട്ടിൽ നിന്നും ഒരു കുഞ്ഞ് രാവിലെ സ്കൂളിലേക്ക് പുറപ്പെടുന്ന സമയത്തെ അവൾ എങ്ങനെയാണ് തിരിച്ചു വരിക എന്ന് പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിനെ കുറിച്ച് നമുക്ക് അതിനെക്കുറിച്ച് ബോധവതിയാകുന്ന സമയത്ത് 1982 തീർച്ചയായും ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പോഷക സംഘടന മദ്യത്തെക്കുറിച്ച് പറഞ്ഞത്, മദ്യം തിന്മയുടെ മാതാവ് എന്ന് ശബ്ദിച്ചത്. നമുക്കറിയാം മതപൗരോഹിത്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തെല്ലാമാണ് എന്നത്. മുത്തലാഖ് ഞങ്ങളുടെ സ്വന്തമാണ്, നിങ്ങളത് തൊട്ടുപോകരുത്. മുത്തലാഖ് ഞങ്ങളുടെ സ്വന്തമാണ്, നിങ്ങളതിൽ കൈവെക്കരുത് എന്ന് പറയുമ്പോൾ മുത്തലാഖ് എന്ന് പറയുന്നത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്നും അത് ഹറാമാണ് എന്നും ഇസ്ലാമിലെ വിവാഹത്തിനും വിവാഹമോചനത്തിനും സുന്ദരവും സുഖമവുമായ അതിലേറെ നീതിഭദ്രമായ ഒരു ആദർശവും ഒരു നടപടിക്രമങ്ങളും അതിനുണ്ട് എന്ന് പറയുവാൻ ആർജവം കാണിച്ച പ്രസ്ഥാനമാണ് തീർച്ചയായും GIO. അതിനുണ്ട്. അത് നിങ്ങൾ എന്തുകൊണ്ടാണ് രാപ്രഭാഷണങ്ങളിൽ മുത്തലാഖിനെ കുറിച്ചും ബഹുഭാര്യത്വത്തെക്കുറിച്ചും ഘോരഘോരം ശബ്ദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഫസ്ക് എന്ന വേട് മനഃപൂർവ്വം മറന്നുപോയത്? ചിലതിനെ മര്യാദപൂർവ്വം ഓർമ്മിക്കുകയും ചിലതിനെ ബോധപൂർവ്വം മറക്കുവാനും നിങ്ങളെ പഠിപ്പിച്ചതും ശീലിപ്പിച്ചതും ആരാണ്? ഇതാണോ ഇസ്ലാം പറഞ്ഞ സന്തുലിതമായ നീതിപൂർവമായ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇതാണോ? എന്തുകൊണ്ടാണ് മഹർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ സമൂഹത്തിന്, പൊതുസമൂഹത്തിന് അത് അപരിചിതമായി തോന്നുന്നത്? സ്ത്രീധനത്തെ കുറിച്ച് പറയുമ്പോൾ അത് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുമ്പോൾ യാതൊരു അപകർഷതാബോധവും തോന്നാത്ത നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് മഹറുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോൾ നിങ്ങൾ അത് അറിഞ്ഞിട്ടില്ലാത്ത ഭാവം നടിക്കുന്നത്? ശുഐബ് നബി അലൈഹിസ്സലാം തന്റെ മകളെ വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹിച്ച മൂസാ നബി അലൈഹിസ്സലാമയോട് പറയുന്ന ഒരു വാക്കുണ്ട് വിശുദ്ധ ഖുർആനിൽ. قال إني أريد أن أنكحك إحدى ابنتي هاتين على أن تأجرني 8 حجج എന്നാണ് ആ വാക്യം. നമ്മൾ എന്തെങ്കിലും അത് കേട്ടിട്ടുണ്ടോ? 8 വർഷക്കാലം എനിക്ക് നീ സേവനം ചെയ്യാം എന്നതിന്റെ പ്രതിഫലമായി എന്റെ മകളെ നിനക്ക് വിവാഹം ചെയ്തു തരുവാൻ, 2 മക്കളിൽ ഒരുവളെ നിനക്ക് വിവാഹം ചെയ്തു തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു ശുഐബ് നബി അലൈഹിസ്സലാം. എന്തായിരുന്നു മൂസാ നബി അലൈഹിസ്സലാമിന്റെ പോരായ്മ? വല്ല പോരായ്മയും കണ്ടുകൊണ്ടാണോ അദ്ദേഹം പറഞ്ഞത് 8 വർഷക്കാലം നീ എനിക്ക് സേവനം ചെയ്യണമെന്നത്? ഇവിടെ എന്താണ് ഇസ്ലാം എന്ന് പഠിപ്പിച്ചു കൊടുക്കുവാൻ തീർച്ചയായും ഇസ്ലാമിക പ്രസ്ഥാനം ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് കേരളത്തിലെ GIO എന്ന പ്രസ്ഥാനത്തിന് നിങ്ങൾക്ക് കാണുവാൻ സാധിച്ചത് അവർ രാപ്പകലുകളിൽ അധ്വാനിക്കുന്നവരാണ്, വീടകങ്ങളിൽ തന്റെ ദൗത്യം നിർവഹിക്കുന്നവരാണ്, രാത്രിയിൽ അവർ അള്ളാഹുവിനോട് മനമുരുകി പ്രാർത്ഥിക്കുന്നവരാണ്, പകലിൽ അവർ അധർമ്മങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നവരാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ നമ്മൾ എന്നും പാരായണം ചെയ്യാറുള്ള ആസിയ ബീവിയുടെ പ്രാർത്ഥനയുണ്ട്. ഇന്നേ വരെ ജനിച്ചതും ഇനി ജനിക്കാനിരിക്കുന്നതുമായ സകല വിശ്വാസികളും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. അതെന്താണ്? റബ്ബേ ഇബ്നിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. റബ്ബേ എനിക്ക് നിന്റെ ഭവനത്തിൽ, നിന്റെ സ്വർഗത്തിൽ ഒരു ഭവനം തന്ന് അനുഗ്രഹിക്കണമേ നാഥ എന്ന് മനമുരുകി പ്രാർത്ഥിക്കുന്ന ആസിയ.
തനിക്ക് ഈ സുഖവും സന്തോഷവും ആർഭാടവും ഒന്നും എനിക്ക് ആവശ്യമില്ല. നാഥ, നിന്നിലേക്കുള്ള യാത്ര, നിന്റെ ആഗ്രഹമനുസരിച്ചുള്ള ഒരു ജീവിതമാണ് നാഥ എനിക്ക് വേണ്ടത് എന്ന് മനമുരുകി പ്രാർത്ഥിക്കുന്ന ഒരു സത്യവിശ്വാസിനെയാണ് ഇസ്ലാം നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അത് നമുക്കറിയാം. പക്ഷെ അതിനോട് ചേർത്ത് വെച്ച ഒരു പ്രാർത്ഥന കൂടി ഉണ്ട് എന്നത് നമ്മൾ പലരും പഠിപ്പിക്കുവാൻ, ഇവിടെയുള്ള മുസ്ലിം സ്ത്രീകളെ പഠിപ്പിക്കുവാൻ, സത്യവിശ്വാസിനികളെ പഠിപ്പിക്കുവാൻ നമ്മൾ മറന്നുപോയി. ആ പ്രാർത്ഥന ഇതാണ്: വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി എന്നതാണ്. ക്രൂരനായ സ്വേച്ഛാധിപതിയായ ആൺമക്കളെ കൊന്നുകളയുന്ന ഈ കൂട്ടരിലെ ഭരിക്കുന്ന ഈ ഭരണാധികാരിയുടെ ഉപദ്രവത്തിൽ നിന്നും നാഥാ നീ എന്നെ രക്ഷപ്പെടുത്തണമേ എന്നതാണ് ആസിയ ബീവിയുടെ പ്രാർത്ഥന. രണ്ടും പഠിക്കണം നമ്മൾ. മിഹ്റാബിൽ പ്രാർത്ഥനാ നിരതയായ മറിയം ബീവിയെ നമുക്ക് പരിചയമുണ്ട്. അതേ മറിയം ബീവിതയോട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്: നീ സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ട് നിന്റെ കുഞ്ഞിന് നീ ജന്മം കൊടുക്കണം. ഈസാ നബി അലൈഹിസ്സലാം എന്ന പ്രവാചകനെ നീ ഈ ലോകത്തിന് സമ്മാനിക്കണമെന്നത് മറിയം ബീവിയോട് അള്ളാഹുവിന്റെ ആഹ്വാനമായിരുന്നു. ഇതാണ് ഇസ്ലാമിക പ്രസ്ഥാനം പൊതുസമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിച്ചത്. തീർച്ചയായും ഇവിടെ 30 വർഷക്കാലം കൊണ്ട് ഇവിടെയുള്ള പ്രൊഫഷണൽ കലാലയങ്ങളിൽ, ഇവിടെയുള്ള സമരത്തിലും ഇവിടെയുള്ള സേവന പ്രവർത്തനത്തിലും തൻ്റേതെന്ന് മറന്നുകൊണ്ട്, തൻ്റെ സുഖവും തൻ്റെ സ്ത്രീ സൗന്ദര്യവും തൻ്റെ എല്ലാം മറന്നുകൊണ്ട് മറ്റുള്ള മനുഷ്യനു വേണ്ടി പ്രവർത്തിക്കുന്ന, അവരുടെ സങ്കടത്തിൽ ഇടകലരാൻ ആഗ്രഹിക്കുന്ന, അവർക്ക് വേണ്ടി ശബ്ദിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിനി സംഘടന ഉണ്ടെങ്കിൽ തീർച്ചയായും ഇത്രമാത്രം കേഡർ സ്വഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഒരൊറ്റ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പോഷക സംഘടനയുള്ളൂ. അത് GIO ആണെന്ന് തീർച്ചയായും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അഭിമാനത്തോടുകൂടി നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് കേട്ടതാണ്. നമ്മുടെ പ്രധാനമന്ത്രി ബഹുമാന്യനായ നരേന്ദ്ര മോദി ഒരിക്കൽ പറഞ്ഞത്, നിർഭയ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത്, സ്ത്രീ സുരക്ഷയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു പോംവഴി പറഞ്ഞു തരാം. അതെന്താണ് ആ പോംവഴി? ആ പോംവഴി നിങ്ങൾ ഒരു പെൺകുട്ടിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് സെൽഫി എടുക്കുക എന്നതാണ്. നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി പറഞ്ഞത്, പെൺകുട്ടിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് നിങ്ങളൊരു സെൽഫി എടുത്ത് അത് FBയിൽ പോസ്റ്റ് ചെയ്യാൽ പെണ്ണിവിടെ ഇന്ത്യയിലെ പെൺകുട്ടികൾ സുരക്ഷിതരാവും എന്ന് പറയുന്ന മണ്ടത്തരത്തിനോട് തീർച്ചയായും അതല്ല സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടപ്പിലാക്കേണ്ടത് എന്ന് പറയുവാൻ ആർജവം കാണിച്ച ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ അണിയാളുകളാണ് തീർച്ചയായും GIO എന്നത്. മദ്യവുമായി ബന്ധപ്പെട്ട് എത്രമാത്രം ഇവിടെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട്, മുത്തലാഖുമായി ബന്ധപ്പെട്ട് ലിംഗപദവിയും ലിംഗനീതിയും ധാരാളമായി ചർച്ച ചെയ്യുന്ന സമയത്ത് മദ്യം എന്നത് ആർക്കും ഒരു വിഷയമാവുന്നില്ല. ഇവിടെ രാഷ്ട്രീയ പാർട്ടിയിലെ, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിലെ സ്ത്രീ പ്രവർത്തകർ പോലും അതിനെതിരെ സമ്പൂർണമായ മൗനം പാലിക്കുകയാണ്. തീർച്ചയായും ഇതിനെതിരെ ശബ്ദിക്കുവാൻ GIO എന്നും നിലനിന്നിട്ടുണ്ട്. നമുക്കറിയാം, ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് ഗോവയിലെ ഉപമയാണ് എല്ലാവരും പറയാറുള്ളത്. നിങ്ങൾ എന്തിനാണ് ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇത്രമാത്രം ഭയപ്പെടുന്നത്? നിങ്ങൾ ഗോവയിലേക്കൊന്ന് പോയി നോക്കുക. അവിടെ എന്തേ മുസ്ലിങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നില്ലേ? അവിടെ എന്താ മുസ്ലിങ്ങൾ നമസ്കരിക്കുന്നില്ലേ? എന്നിട്ട് അവർ പറയും അവിടെ വല്ലാത്തൊരു ലിംഗനീതിയും ലിംഗപദവിയുമാണത്രേ. വെറുതെ ഒന്ന് അടിച്ചു നോക്കിയതാണ് എന്താണ് ഗോവയിലെ ഏക സിവിൽ കോഡ് എന്നത്. അപ്പോൾ ഒരു പരാമർശം കണ്ടു, അവിടെയുള്ള ഹിന്ദു സമുദായത്തിലെ പുരുഷന്മാർക്ക് രണ്ടാമതൊരു വിവാഹം കഴിക്കാം അത്രേ. രണ്ടാമത് വിവാഹം കഴിക്കാം. അത് 2 നിബന്ധനകളോട് കൂടിയാണ്. 2 കാരണങ്ങളിൽ ഒന്ന് അദ്ദേഹത്തിനുണ്ടായാൽ, അദ്ദേഹത്തിന്റെ ഭാര്യക്കുണ്ടായാൽ അദ്ദേഹത്തിന് രണ്ടാമതൊരു വിവാഹം കഴിക്കാം. എന്താണത്? ബഹുഭാര്യത്വവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിലെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് ഒക്കെയും ചർച്ചാ വിഷയമാവുമ്പോൾ ആരും ഇതൊന്നും കാണുന്നില്ല, ആർക്കും ഇതൊന്നും പ്രശ്നമില്ല. വെറുതെ ഒന്ന് നോക്കിയപ്പോൾ കണ്ടതാണെന്ത്? ആ ബഹുഭാര്യത്വത്തിന് അദ്ദേഹത്തിന് അനുമതി കൊടുക്കണമെങ്കിൽ 2-ൽ 1 25 വയസ്സായിട്ടും ഭാര്യ ഒന്ന് പ്രസവിച്ചിട്ടില്ല എങ്കിൽ ശരി സമ്മതിച്ചു. പക്ഷെ രണ്ടാമതെന്താ? 30 വയസ്സ് പ്രായമായിട്ടും ഭാര്യക്ക് ഒരു ആൺകുഞ്ഞ് ജനിച്ചിട്ടില്ല എങ്കിൽ ബഹുഭാര്യത്വത്തിന് സമ്മതമുണ്ട് എന്ന് പറയുമ്പോൾ ആണും പെണ്ണും എന്ന് പറയുന്ന 2 ജീവികളെ, 2 മനുഷ്യരെ, 2 വർഗത്തെ നിങ്ങൾ ഏത് കള്ളിയിലാണ് ഉൾപ്പെടുത്തുന്നത് എന്ന് പറയുവാൻ നിങ്ങൾ ധൈര്യം കാണിക്കണമെന്ന് പറയുവാൻ GIO ആഗ്രഹിക്കുകയാണ്. എന്നത് വിശുദ്ധ ഖുർആനിന്റെ വാക്യമാണ്. അത് നിനക്കൊരു പെൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു കേട്ടോ എന്ന് പറയുമ്പോൾ മുഖമാകെ കോടി മുഖം കുനിച്ച് നടക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നൂറ്റാണ്ടുകൾക്ക് മുമ്പിലെ ജാഹിലിയ സംസ്കാരത്തിൽ നിന്നുമാണ്. അത് മാറി നിനക്കൊരു പെൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നുവെങ്കിൽ, രണ്ടാമതൊരു പെൺകുഞ്ഞും ജനിച്ചിരിക്കുന്നുവെങ്കിൽ നീയും സ്വർഗവും തമ്മിലുള്ള അകലം ഇതാണ് എന്ന് പറഞ്ഞ പ്രവാചകന്റെ അധ്യാപനങ്ങളെക്കാൾ മധുരമനോഹരമായ ഒരു അധ്യാപനവും നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. അതാണ് ഇസ്ലാം നൽകുന്ന ലിംഗനീതി, ലിംഗപദവി എന്ന് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും സഹോദരന്മാരെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. മാതാവ് ഗോ
പശുവാണ് നിങ്ങളുടെ അമ്മ എന്ന് പറയുമ്പോൾ, ഭൂമിയാണ് നിങ്ങളുടെ അമ്മ എന്ന് പറയുമ്പോൾ, ദേശമാണ് നിങ്ങളുടെ അമ്മ എന്ന് പറയുമ്പോൾ, ക്യൂവിൽ നിൽക്കുന്ന 90 വയസ്സുകാരിയെ തന്റെ അമ്മയെ കാണാത്ത ഒരു പ്രധാനമന്ത്രി, സിനിമ കാണുന്ന സമയത്ത് ദേശീയ ഗാനം കേൾക്കുമ്പോൾ എഴുന്നേറ്റ് നിന്നാൽ ദേശസ്നേഹമാകുമെന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രി, മുത്തലാഖിന്റെ വിഷയത്തിൽ നിങ്ങൾ രാഷ്ട്രീയം കാണരുത്, മുസ്ലിം സ്ത്രീകൾ പ്രയാസത്തിലാണ് എന്ന് പറയുമ്പോഴും യശോദാബെൻ എന്ന് പറയുന്ന തന്റെ ഭാര്യ വിധവയുടെ പട്ടികയിലാണോ വിവാഹിതയുടെ പട്ടികയിലാണോ ഉൾപ്പെടുക എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാത്ത നമ്മുടെ പ്രധാനമന്ത്രി. തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ശിരോവസ്ത്രവുമായി ബന്ധപ്പെട്ട് ഇവിടെ ചർച്ചകൾ നടക്കുന്ന സമയത്ത് 36ഓളം ക്യാമ്പസുകളിലാണ് ശിരോവസ്ത്രം ധരിച്ചതിന്റെ പേരിൽ പണിഷ്മെന്റുകൾ നേരിടേണ്ടി വരുന്ന, മാറ്റി നിർത്തപ്പെടേണ്ടി വരുന്ന, അസംബ്ലികളിൽ മറ്റു കുട്ടികളുടെ കൂടെ നിർത്തപ്പെടാതെ കുറ്റം ചെയ്യുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ നിർത്തപ്പെടേണ്ടി വരുന്ന വിദ്യാർത്ഥിനികൾ ഇന്ന് കേരളത്തിലും ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, എവിടെയാണ് ഫാഷിസത്തിന്റെ മെന്റാലിറ്റി എന്ന്, അതിന്റെ മനോഭാവം എവിടെയൊക്കെയാണ് കടന്നു ചെല്ലുന്നത് നമ്മൾ മനസ്സിലാക്കണം. അൽഹംദുലില്ലാ, ഇന്ന് പഠിച്ചിറങ്ങുന്ന കലാലയങ്ങളിൽ പഠിക്കുന്ന ചുണക്കുട്ടികളായ കുട്ടികളെ സമ്മാനിക്കുവാൻ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട് എന്നത് അൽഹംദുലില്ലാ നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. പക്ഷേ നിങ്ങൾ തലകുനിച്ചു മാത്രം നടന്നാൽ മതി എന്ന് പറയുന്നത്, നിന്റെ തൊപ്പി, നിന്റെ താടി, നിന്റെ മുടി, നിന്റെ വസ്ത്രം, നിന്റെ പേര് തന്നെ പ്രശ്നമാണെന്ന് പറയുന്ന ഒരു സമൂഹത്തിലാണ് എന്റെ ശിരോവസ്ത്രം മറച്ചു വെക്കുന്നത് എന്റെ അഭിമാനത്തെയാണ് സംരക്ഷിക്കുന്നത് എന്ന് പറയുവാൻ തീർച്ചയായും ജിയോ ആർജവം കാണിച്ചത്. സഹോദരന്മാരെ, സഹോദരിമാരെ, തീർച്ചയായും ഇസ്ലാമിക പ്രസ്ഥാനത്തിനെ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്, നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രാത്രിയുടെ യാമങ്ങളിൽ അള്ളാഹുവുമായി സംവദിക്കുകയും അത് നൽകുന്ന ഊർജം നമ്മൾ മനുഷ്യന് വേണ്ടി ചെലവഴിക്കുകയും ചെയ്യുന്ന ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിലേക്കാണ് എല്ലാവരെയും ക്ഷണിക്കുന്നത്. എനിക്ക് അത് പറയുമ്പോൾ എനിക്ക് തോന്നാറുള്ളത്, ഏറെ അത്ഭുതം തോന്നാറുള്ളത്, വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുവാൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ്. റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യതിനാ ഖുറത അയ്നിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ എന്നതാണ് ആ പ്രാർത്ഥന. നാഥ, മുത്തഖീങ്ങളുടെ ഇമാമായി നീ എന്നെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ മറുവശത്ത് അവൻ മറ്റുള്ളവരോട് പറയുന്നു, അവൻ പറയാൻ പഠിപ്പിക്കുന്നു, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ എന്ന പ്രാർത്ഥനയെക്കുറിച്ച് അവൻ ഓർക്കുന്നു. നാഥ, എനിക്ക് കഴിയില്ല, ഈ ഉത്തരവാദിത്തം എന്നത് എന്നെ ഏറെ പ്രയാസപ്പെടുത്തുന്നതാണ്, അത് ഏറ്റെടുക്കുവാനുള്ള കെൽപ്പോ കഴിവുമോ എനിക്കില്ല, ഞാൻ അശക്തനാണ് എന്ന് ഒരു വശത്ത് വിനയത്തോടു കൂടി നാഥന്റെ മുമ്പിൽ തലകുനിക്കുന്ന ഒരു വിശ്വാസി മറുപുറത്ത് ആഗ്രഹിക്കുന്നു, വിശ്വാസികൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ആദ്യം സ്വർഗം വാങ്ങുന്ന രക്തസാക്ഷിയായി ഞാൻ മാറണമെന്ന് പറയുന്ന, രണ്ട് മനസ്സിനെ ഒരു സമയത്ത് പരിശീലിപ്പിക്കാൻ പഠിക്കുന്ന സന്തുലിത ഭാവത്തെയാണ് ഇസ്ലാം നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത്. തീർച്ചയായും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. മറച്ചു വെക്കുവാൻ മറ്റുള്ളവർ ആഗ്രഹിക്കുന്നതിനെ ഓർമ്മിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാശ്മീരിൽ വെച്ച് തീവ്രവാദിയായി പിടിക്കപ്പെട്ട എന്റെ മകനെ എനിക്ക് കാണേണ്ടതില്ല എന്ന് കണ്ണൂർ ജില്ലയിലെ ഫയാസിന്റെ ഉമ്മ പറയുമ്പോൾ, പക്ഷേ കൊടിഞ്ഞിയിലെ ഫൈസൽ എന്ന് പറയുന്ന അവരുടെ ഉമ്മയുടെ രോദനം കേൾക്കാത്ത ചിലരുണ്ട്. എനിക്ക് എന്റെ അഹമ്മദ് നജീബ് എവിടെ പോയി എന്ന് JNUവിന്റെ ക്യാമ്പസിൽ നിന്ന് നിലവിളിക്കുന്ന നജീബിന്റെ ഉമ്മയെ കാണാത്ത ചിലരുണ്ട്. ഇത് കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഇരട്ടത്താപ്പില്ലാത്ത സന്തുലിതമായ സമാധാനപൂർണമായ ക്ഷേമത്തിലേക്കും ഐശ്വര്യത്തിലേക്കും നയിക്കുന്ന ഒരു ഇസ്ലാം ആവട്ടെ നമ്മുടെ ലക്ഷ്യം. അതാവട്ടെ നമുക്ക് നൽകുന്ന പ്രചോദനം, അതാവട്ടെ ഈ സമ്മേളനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രചോദനം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും വിപ്ലവ അഭിവാദ്യങ്ങളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥിനി വിഭാഗമായ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ GIO-വിന്റെ സംസ്ഥാന പ്രസിഡന്റ് P. റുക്സാന സംസാരിക്കുന്നു. അതിനായി അവരെ സാദരം ക്ഷണിക്കുന്നു.